കരണക്കുറ്റിക്ക് 2 കൊടുക്ക വേണ്ടത്. ഹേട്ടനാച്ച് തോന്നിയാസം പറയാ. അവൻ അതും പറയും, അതിലപ്പുറം പറയും. ഹേട്ടനെ കൂട്ടുകാന്ന് കരുതരുത്. ചേച്ചിക്ക് ലംബോദരൻ ചേട്ടനല്ലാതെ വേറൊരുത്തനുമായിട്ട് സംബന്ധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാ അതവന്റെ തള്ളയ്ക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും കൂടി മൊത്തം എത്ര തള്ള ഉണ്ട്? ലംബോദര, ഞാനൊന്നും പറഞ്ഞില്ലേ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ സൂക്ഷിക്കണോ. കണാരന്റെ തന്നെ സ്വഭാവ മക്കൾക്ക്. അവര് നമ്മളെ മക്കളെ ചീത്തയാക്കാണ്ട് നമ്മൾ നോക്കണേ. നാരായണി ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. വൈദ്യരെ, അച്യുതനും അമ്പിയയ്ക്കും പറ്റിയ കുടുംബക്കാരെ അന്വേഷിക്കണം. അത് ഞാൻ ഏറ്റു. കൂട്ടത്തിൽ ഇവളെ കൂടി ആരെങ്കിലും കെട്ടിയെടുത്തിരുന്നെങ്കിൽ ഞാനൊന്ന് രക്ഷപ്പെട്ടേനെ. തീരുമാനം ഒരിക്കലും മാറ്റരുത്. നാരായണിത്തള്ളയുടെ മക്കൾക്ക് എന്തുറപ്പിന്റെ പേരിലാ നമ്മളെ മക്കളെ സംബന്ധം ചെയ്തു കൊടുക്കുക? ദുഷ്ടയാ, പരമദുഷ്ട. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ വൈദ്യരെ, അവൾ എന്റെ പെങ്ങളായി പിറന്നുപോയല്ലോ എന്ന്. അവര് പറയുന്നതും ഇത് തന്നെയാ. കോന്തൻ കൂടെ പിറന്നത് മുജ്ജന്മ ശാപമാണ് പോലും. പിറന്നതോ പിറന്നു, അത് മാറ്റാൻ ഒക്കില്ലല്ലോ. ഇനി അങ്ങോട്ടൊരു ലോഹ്യം വേണ്ട. അത് ഈ ജന്മത്തുണ്ടാവില്ല. മക്കള് തമ്മിൽ ആരും അറിയാതെ പഴയ ബന്ധം തുടരുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ വാർത്തയാ. എന്റെ കണ്ണുപിലകൻ തൊട്ടാൽ വെട്ടി ദുറുക്കിക്കാൻ. അമ്മാവനും അമ്മയും തമ്മിലുള്ള പിണക്കം കൂടി വരുന്നതേ ഉള്ളൂ. എന്താ ചെയ്യാ മണിയേട്ടാ? ഇതിനൊക്കെ കാരണം ആ ഏഷ്ണി വൈദ്യനാ. അയാൾക്കിട്ട് 4 എണ്ണം കൊടുക്ക വേണ്ടത്. അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മായിക്കൊക്കെ അയാളെ വിശ്വാസം. അയാൾ പറയുന്നത് കേൾക്കൂ. മണിയേട്ടനെ കാണാൻ വന്നാ കുന്നുകളെന്ന് അമ്മ പറയുന്നത്. ഇപ്പൊ തന്നെ അമ്മയുടെ കണ്ണു വെട്ടിച്ച് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ വന്നത്. അച്ഛന്റെ ദുർവാശി അമ്പികയ്ക്ക് അറിയാലോ. പറഞ്ഞ പോലെ ചെയ്യും. ഒരു പിടിയും കിട്ടുന്നില്ല. മണിയണ്ട, അച്ഛാ വിട്ടരുത്. വടക്കേക്കരയിൽ ആന്തരിയെ കാണരുതെന്ന് പറഞ്ഞാൽ ധിക്കാരം കാട്ടാൻ മാത്രം തെക്കേക്കരക്കാർ വളർന്നോ? ഞാനല്ലേ തെറ്റിയത്, എന്നല്ലേ തല്ലേണ്ടത്? നിന്നെ തല്ല നീ പഠിക്കില്ല, കള്ളരാ നീ. ഇനി ഇത് ആവർത്തിച്ചാൽ കൊല്ലിച്ചാൽ ഇവിടെ എന്നാ നിനക്കറിയാമല്ലോ. വടക്കേക്കര കണാരനെ നിന്നെ മരുവകളായി വേണ്ട. ഓടി അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തി തറവാട്ടിലേക്ക് വന്നാൽ നിനക്ക് നിന്റെ അച്ഛനെ കാണാം. ഇല്ലേ നിന്റെ അച്ഛന്റെ ശവവും.